മോഹൻലാലിനെ നായകനാക്കി മേജർ രവി സംവിധാനം ചെയ്ത അല്ലെങ്കിൽ ഒരു മേജർ രവി ചിത്രമായ 1971 ബിയോണ്ട് ബോർഡേഴ്സ്, ആ ചിത്രത്തിൻ്റെ എല്ലാവർക്കും വേണ്ടി ഒരു വിഷു ആശംസ പറയാനുള്ള ഭാഗ്യം എനിക്ക് കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എൻ്റെ ഹൃദയം നിറഞ്ഞ, എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കൈരളി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കുമായി ഞാൻ നേരുന്നു. പതിവ് തെറ്റിക്കാതെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പോലെ, കാരണം മേജർ രവി എന്ന് പറയുമ്പോഴൊക്കെ യുദ്ധമാണ് മനസ്സിൽ വരുന്നത്. അപ്പോൾ യുദ്ധം എന്ന് വെച്ചാൽ ഞാൻ ശരിയായ യുദ്ധത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ ഒരു യുദ്ധചിത്രം തന്നെയാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചിത്രത്തെപ്പറ്റി ആദ്യം ആലോചന തുടങ്ങുമ്പോൾ എവിടെ നിന്ന് ആരംഭിക്കുന്നു, എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത്? കാരണം ഞങ്ങളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ വന്ന് അഭിനയിക്കുന്നു, അല്ലാതെ ഇതിൻ്റെ പുറകിലുള്ളൊരു കാര്യങ്ങൾ അറിയില്ല. അത് എനിക്കും പ്രേക്ഷകർക്കും അറിഞ്ഞാൽ കൊള്ളാം, ഷെയർ ചെയ്താൽ നന്നായിരിക്കും. കിച്ചു, ഈ സിനിമ ഞാനും ലാലേട്ടനും കൂടെ ചുരുങ്ങിയതൊരു 7-8 വർഷമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്നിരുന്ന സബ്ജക്റ്റാണത്. ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത്. ബേസിക്കലി ലൈവായിട്ട് ഈ ക്യാരക്ടേഴ്സ് ജീവിച്ചിരുന്നവരും അവർ നടത്തിയിട്ടുള്ള യുദ്ധത്തിൻ്റെ അതാണ്. ഒന്നൊരു ഹോഷിയാർ സിംഗ്, ഒന്നൊരു അരുൺ കേത്രപാൽ. ഇവർ രണ്ടുപേരും പരംവീർ ചക്ര വിന്നേഴ്സായിരുന്നു. പിന്നൊരു മുഹമ്മദ് അക്രം രാജ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു ഓഫീസർ. അതാണ് നമ്മളിവിടെ ക്യാരക്ടർ കാണിച്ചിരിക്കുന്നത്. റാണ ഷെരീഫിൻ്റെ ക്യാരക്ടറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധത്തിൻ്റെ ഇൻട്രസ്റ്റിംഗ് പോയിൻറ്റ്സാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ലാലേട്ടനും അത് തന്നെയായിരുന്നു. ഇതിനകത്ത് നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഞങ്ങളൊരു പാകിസ്ഥാനിയെ വെറുക്കില്ല. അപ്പം പലർക്കും അത് തോന്നുമായിരിക്കും, മേജറുടെ പടത്തിനകത്ത് പാകിസ്ഥാനി ഇങ്ങനൊരു സംഭവം ഉണ്ടോ? അരെ, ഞാൻ പറയുന്നത് നിങ്ങളവിടെ കാണാത്ത ചില ബന്ധങ്ങളെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ലാലേട്ടനും ഇൻട്രസ്റ്റ് ആയത്. കറക്റ്റ്, നമ്മളൊരാളെ കൊന്നിട്ട് അതിനുശേഷം അയാളെ സെല്യൂട്ടടിച്ച് അയാൾക്ക് വേണ്ടി എല്ലാ വർഷവും ഈ ദിവസം ഞാൻ പൊഴിക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു പോരുന്ന ഒരു പട്ടാളക്കാരനെ നിങ്ങളെവിടെയും കണ്ടു കാണും. അത് ഹോഷിയാർ സിംഗ് മരിക്കുന്നവരേക്കും അദ്ദേഹത്തിന് ആ ഒരു പോളിസി ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ 17 ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു അദ്ദേഹം. അപ്പം ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ പടം ആലോചിച്ചുകൊണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു വലിയ ക്യാൻവാസ് എന്ന് പറയുന്നത് ഈ ടാങ്ക് ബാറ്റിൽ, അരുൺ കേത്രപാലിൻ്റെ ടാങ്ക് ബാറ്റിൽ എന്നതാണ്. അതിനകത്താണ് അവൻ ഈ 6 ടാങ്കുകളെ ഒറ്റ ടാങ്ക് കൊണ്ട് അടിച്ചിട്ടിട്ട് പിന്നെ ഒരു അവസാനം ചക്രവ്യൂഹം രചിച്ചിട്ടാണ് അവനെ കീഴ്പ്പെടുത്തുന്നത്. അപ്പോൾ അതെല്ലാം മനോഹരമായിട്ട് ഈ ചിത്രത്തിനകത്ത് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് ടുക്ക് ലോട്ട് ഓഫ് ടൈം. കാരണം ഇതെല്ലാം ഒത്തു കിട്ടണമെങ്കിൽ ഇത് വെറും നമ്മളൊരു 4 ഓട്ടോറിക്ഷ വെച്ചിട്ട് 4 ദിവസം വളയുന്ന പോലെയല്ല അത്. സോ അതിൻ്റെ പ്ലാനിങ് തുടങ്ങിയിട്ട് ഒരു 8 വർഷമായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു സിനിമ ഉണ്ടാവുന്നത്. അപ്പോൾ ഉണ്ടായിട്ട് ഇവിടെ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു ക്യാൻവാസും ആ ഒരു ബിഗർനെസ്സും ഈ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ് ചിത്രം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് നടന്നിരിക്കുന്നത്. എല്ലാവരും ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ശരിയാണ്, ഇനി എന്തിനാണ് ഒരു യുദ്ധം, അതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ? അതില്ലാതെ നമുക്ക് അമിക്കബിളായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൂടെ? അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെയുള്ള ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങൾ പോലും ഒരറുതി വരയ്ക്ക് പ്രശ്നങ്ങളില്ലാതാവും. കാരണം നമ്മൾ ഈ ശത്രു എന്ന് വിളിക്കുന്ന ആ ആളെ സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ പ്രശ്നങ്ങളായി. ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം എവിടുന്നാണ്? ഈ ബോർഡറല്ലേ. അപ്പോൾ ഈ ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറയുന്നത്, ഈ ബോർഡറിനൊക്കെ അപ്പുറത്തൊരു മനുഷ്യബന്ധങ്ങളുണ്ട്, മനുഷ്യവികാരങ്ങളുണ്ട്. ആ രാജ്യത്തിലുമുണ്ട് ഹീറോസ്. ഈ രാജ്യത്തിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ എന്ത് ചേട്ടൻ ഉദ്ദേശിച്ചു അത് സിനിമയിൽ വരുത്താനും കഴിഞ്ഞു, പ്രേക്ഷകരെ ഉൾക്കൊള്ളാനും സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന സമയത്ത് പലരും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണുന്ന പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടം കാണാതെ തന്നെ പടത്തിനെക്കുറിച്ച് നെഗറ്റീവ് സംസാരിക്കുക എന്നുള്ളൊരു സംഭവം അത് യൂഷ്വലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല അതിനകത്ത്. പക്ഷേ അവർക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, അത് ഈ നെഗറ്റീവ് മൈൻഡായിട്ടുള്ളവരുടെ, അതിനെ നമ്മൾ ചിന്തിക്കേണ്ട. അതിന് ട്രോൾ ഇറങ്ങും, പലതും ഇറങ്ങും, എല്ലാം ഉണ്ട്. അതുപോലെ എൻ്റെ പടത്തിനും ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ പടത്തിനും ഇറങ്ങിയിട്ടുണ്ട് അത്. ബട്ട് ദെൻ ഇപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് പതുക്കെ ആദ്യം ഒന്ന് വലിഞ്ഞിരുന്ന ഓഡിയൻസിനെ തിരിച്ച് എന്താണ് ഈ ഒരു പടത്തിന് വേണ്ടി മാത്രം ഇങ്ങനൊരു ഇത്രയും എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ഇപ്പം ഓഡിയൻസ് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഇതൊരു ഫാമിലി പടമാണ്. വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. മറുവശവും കാണിക്കുന്നുണ്ട്. അപ്പുറത്തൊരു പാകിസ്ഥാനി ഹീറോ ആണെന്നുള്ളത്. അവൻ്റെ രാജ്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ അവൻ നമുക്ക് വില്ലനായിരിക്കാം, പക്ഷെ അവൻ്റെ രാജ്യത്തിൻ്റെ ഹീറോ ആണ് അവൻ. എനിക്ക് ആ പടം കണ്ടപ്പോൾ എൻ്റെയൊക്കെ മനസ്സിൽ എന്തൊക്കെ കൂടുതൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സുഖക്കുറവ് ഉണ്ടാവാറുണ്ടായിരുന്നു. എസ്പെഷ്യലി അരുണോദയ് സിംഗിൻ്റെ ക്യാരക്ടർ
അയാൾ അഭിനയിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഭാഗത്തും ഒരു ഇഷ്ടം കിടക്കുന്നു. അത് എവരിവൺ ലൈക്ക് ഹിം. കാരണം അരുണോദയ് സിംഗിൻ്റെ മുഖം തന്നെ കാണാൻ അങ്ങനെ ഒരു പ്ലീസിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണുന്ന സമയത്ത് അവിടെയുണ്ട് സുന്ദരന്മാരും ഹാൻസമായിട്ടുള്ള. നമ്മൾ ഈ വില്ലൻ എന്നങ്ങ് പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഇവൻ്റെ ചുവന്ന കണ്ണും മുഖത്തൊരു മറ്റേ കാക്കപ്പുള്ളിയും ഇതൊക്കെ ആക്കിയിട്ടുള്ളൊരു വില്ലൻ കാണിക്കുന്നത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കാണിക്കുക. ഇതിനകത്ത് ഞാൻ മനോഹരനായിട്ടുള്ളൊരു പയ്യനാണ്. അവനെ കാണുന്ന സമയത്ത് ഒരാളുടെ ഇപ്പൊക്കെയുള്ള ഹാൻസം ഗായ്. പക്ഷെ അവൻ്റെ മുഖത്തുണ്ട് ആ ശൂരത. കാരണം അവൻ്റെ രാജ്യത്തിൻ്റെ ഹീറോ ആണത്. അവർക്ക് ഹയസ്റ്റ് ഗാലറി മേഡൽ ഇവിടുത്തെ പരംവീർ ചക്രയാണ് അദ്ദേഹത്തിന് മരണാനന്തരം അവിടെ കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ട്? ഈ ഇന്ത്യൻ പട്ടാളക്കാരൻ മേജർ സഹദേവൻ എഴുതി വെച്ച കത്ത്. ആ ഒരു പോയിന്റ് മനോഹരമാണ്. കാരണം ഇപ്പോൾ ജോർജിയ ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ജോർജിയയിലെ സ്റ്റേജിൽ വെച്ച് 2 ഓഫീസേഴ്സ് കൂട്ടിമുട്ടുമ്പോഴാണ് അവിടെ ഒരു കഥ പറഞ്ഞു തുടങ്ങുന്നത്. അത് വളരെ അത് ചേട്ടൻ തന്നെ പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രനേഡിയേഴ്സും ഇപ്പുറത്തെ ഒരു ബറ്റാലിയനും പാകിസ്ഥാൻ്റെ ഒരു സംഭവം, അവരുടെ എതിർപ്പ് അവിടെ മഞ്ഞുരുകിയിട്ട് അവിടെ നിന്നൊരു സ്നേഹബന്ധം വരുന്നു. കാരണം അവിടെ തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. ആ കാരണം പാകിസ്ഥാൻ അടക്കം അന്തം വിട്ട് പോയി. അവരാദ്യം സേവ് ചെയ്തു. ഓക്കെ, ഡ്യൂട്ടിയാണ്, ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്, പാകിസ്ഥാനീസ് ട്രബിളിലാണ്, പോയിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബറ്റാലിയൻസ് ഏതാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോഴാണ് പറയുന്നത് 135 ഫ്രണ്ടിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ലാൽ സാർ ചോദിക്കുന്നത് വാട്ട്, സേ ഇറ്റ് അഗെയിൻ, ഇതാണെന്ന് പറയും. അപ്പോൾ ചോദിക്കും ഞങ്ങളുടെ ബറ്റാലിയൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്കറിയോ? ഇല്ല, ഇന്നത്. അപ്പോഴാണ് അവൻ ചിരിക്കുന്നത്. ആ ചിരി എന്തിനാ ചിരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് 46 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടുകയാണ്. 46 വർഷത്തിന് മുന്നേ നമ്മൾ ആദ്യത്തെ കണ്ടുമുട്ടലിൽ 257 ആൾക്കാർ ഞങ്ങളുടെ ബറ്റാലിയനിൽ നിങ്ങൾ കൊന്നു കഴിഞ്ഞു. ഇന്ന് ഞങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടി 2 നിങ്ങളുടെ പട്ടാളക്കാരുടെ ഇഞ്ചേർഡ് ആയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദിസ് റിലേഷൻ? അപ്പോഴാണ് ലാൽ സാർ പറയുന്നത് ഈ ശത്രുത എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് 2 തിങ്സ്. വൺ ഈസ് ബിക്കോസ് ഓഫ് ദ ബോർഡേഴ്സ് ആൻഡ് സെക്കൻഡ് ഈസ് ബിക്കോസ് ഓഫ് ദ ഓർഡേഴ്സ്. അതാണ് പറയുന്നത് ഓൾ ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ ബോർഡേഴ്സ് ആൻഡ് ദ ഓർഡേഴ്സ്. സോ അവിടെയാണ് നമ്മൾ കഥ തുടങ്ങുന്നത്. സാധാരണ നമുക്ക് ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ ഒരു സോൾജർ എന്ന് കേൾക്കുമ്പോൾ മനസ്സിലൊരു ടഫ് ആൻഡ് റഫായ സംഭവങ്ങളാണ്. ഇതിലങ്ങനെയാണ് ധാരാളം പേരും. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെയ്തൊരു കഥാപാത്രം ഹവിൽദാർ സുദർശൻ. ഈ ഹവിൽദാർ സുദർശൻ എന്നൊരു ക്യാരക്ടറിനെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാവത്താനായ പട്ടാളക്കാരനെ സൃഷ്ടിക്കുന്നത്? പാവത്താനായ പട്ടാളക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പാവങ്ങളാണ്. ഇത് നമ്മൾ പട്ടാളക്കാരെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്തൊരു ഇമാജിനേഷൻ, ഒരു കപ്പടാമീശ, പിന്നെ അവൻ ക്രൂ കട്ടൊക്കെ അടിച്ച് എപ്പോഴും ഭയങ്കര തണ്ണിയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഫിറ്റായിട്ട് നടക്കുന്നൊരു ഇങ്ങനൊരു ഇമാജിനേഷൻ. അനദർ തിങ് ഈസ് ഹീസ് വെരി ടഫ്. ഈ ടഫ്നെസ് കാണിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ എല്ലാ പട്ടാളക്കാരനും സാധാരണ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവന് ജീവിതത്തിൽ ഡിമാൻഡുകളൊന്നുമില്ല. കിട്ടുന്ന ശമ്പളത്തിൽ അവൻ ഹാപ്പിയാണ്. അവന് ലീവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കൊടി പിടിക്കാൻ പോകുന്നില്ല. അവന് യൂണിയനില്ല. അവന് യാതൊരു വിധത്തിലുള്ള ഇതുപോലുള്ള നിങ്ങൾ പുറത്ത് അനുഭവിക്കുന്നതായിട്ടുള്ള ഈ യൂണിറ്റി. ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ 15 പേരുണ്ടെങ്കിൽ 15 പേരുടെ ഒരു യൂണിയൻ ഉണ്ടാക്കി. എന്തിനാണ്? പണിയെടുക്കാതെ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് പോകും, അവകാശങ്ങൾ മാത്രം നേടിയെടുക്കാനാണ്. പക്ഷേ ഈ അവകാശങ്ങൾ അതുപോലെ തന്നെ പട്ടാളക്കാരൻ ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കി, നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം. ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചില ട്രോളൊക്കെ വരാറുണ്ട്, ഒരു പട്ടാളക്കാരൻ മാത്രമാണോ രാജ്യസേവനം ചെയ്യുന്നത്, അവനും ശമ്പളം കിട്ടുന്നില്ല. ശരിയാണ്. ഇവിടെ കർഷകരുണ്ട്, ജയ് ജവാൻ ജയ് കിസാൻ, ഈ 2 കമ്മ്യൂണിറ്റിയാണ് ഒരു രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഈ കർഷകൻ ഇവിടെ മനസ്സമാനത്തിൽ ജീവിക്കണമെങ്കിൽ, മനസ്സമാനത്തിൽ കൃഷി ചെയ്ത് ജീവിക്കണമെങ്കിൽ ആ ബോർഡറിനകത്തുനിന്ന് ഇങ്ങോട്ട് ആരും വരാതിരിക്കണം. അപ്പം അത് കാക്കുന്നവനാണ്. കാരണം അവൻ ജീവൻ പണയം വെച്ചിട്ടാണ്. ഇവിടെയും ജീവൻ പണയം വെക്കുന്നില്ലേ, ആത്മഹത്യ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അത് നാച്ചുറൽ കലാമിറ്റീസ്. വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ക്രോപ്പ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്യുന്നു, കടമെടുത്ത് പോകുന്നു. അത് ഗവൺമെൻറ് ടേക്ക് കെയർ ചെയ്യുന്നതാണ്. അത് ഗവൺമെൻറ്റാണ് നോക്കേണ്ടത്. ഓക്കെ, കർഷകന് കൊടുക്കേണ്ട സബ്സിഡി അതെന്താണ് ചിലത് കൊടുക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. പട്ടാളക്കാരന് അതിന് ഡിമാൻഡ് ചെയ്യുന്നില്ല ഒന്നും. ഞാൻ മരിച്ചു പോകുന്നുണ്ട്, എൻ്റെ കൂടെയുള്ള മരിച്ചുപോയി, ഇനി അവൻ അതിനുള്ള ഉത്തരം കിട്ടിയല്ലാതെ, ഇല്ലെങ്കിൽ ഇപ്പോൾ ചില കേസുകൾ കാണാം, എൻ്റെ മകൻ മരിച്ചുപോയി എന്നിട്ടിപ്പം ഞാനിപ്പം എനിക്ക് നീതി വേണം. ഇത് ഏതെല്ലാം എത്ര പട്ടാളക്കാരുടെ അമ്മമാരും അച്ഛന്മാരും നിങ്ങളുടെ ഗവൺമെൻറ്റിന് മുന്നിൽ വന്നിട്ട് മുട്ടുകുത്തിയിട്ട് പറയുന്നുണ്ട് അതിനെനിക്ക് നീതി വേണം, അവനെ കൊന്നവനെ കൊണ്ടുവരണം. ആരെയാണ് പിടിക്കുന്നത്? അപ്പം അങ്ങനെയുള്ളൊരു സർവീസ് ചെയ്യുന്നൊരു പട്ടാളക്കാരൻ സാധാരണക്കാരനാണത്. അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിലും ഇൻസൾട്ട് ചെയ്യാതിരുന്നാൽ മതി. ദാറ്റ്സ് വാട്ട് ഐ വാണ്ട് ടു സേ. അപ്പോൾ അതിന് ഞാനൊരു പ്രതീകമായിട്ട് ഇപ്പം പട്ടാളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സിനിമയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് പലർക്കും അതിൽ പുച്ഛമുണ്ട്, ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ അസൂയ ഉണ്ടായിരിക്കും,
ഐ എം നോട്ട് ബോതേർഡ്. ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു. എന്നെ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇരുത്താൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട്, ഇതുപോലെ സംസാരിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു വ്യക്തിയാക്കിയിട്ട് വളർത്തിയത് എൻ്റെ പട്ടാളമാണ്. ആ പട്ടാളത്തിനോട് ഞാൻ എന്നും കൂറ് പുലർത്തും. ഞാൻ തിന്ന ചോറിന് എന്നും, അത് ഞാൻ പണ്ട് നാട് വിട്ടു പോയ സമയത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന സമയത്ത്, ഒരു മാസം ഞാൻ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്ത സമയത്തും അവിടെ ചെയ്യുന്ന ആ ശാപ്പാടിന് കിട്ടുന്ന ശാപ്പാടിന് ഞാൻ കൃത്യമായിട്ട് തിരിച്ച് ഞാൻ ജോലി എടുത്തിട്ടുണ്ട്. ഞാൻ ക്ലീൻ ചെയ്യുന്ന ടേബിളിനകത്ത് ഒരു ഈച്ച പോലും വന്നിരിക്കില്ല. കാരണം ഞാൻ അങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യും. ഏത് മേഖലയിൽ ചെയ്താൽ അതിന് പെർഫെക്ഷൻ, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അല്ല നമുക്ക് ശമ്പളം കിട്ടി അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെ പണിയെടുക്കാതെ നടക്കാം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ നെവർ കം അപ്പ്. മേജർ രവി ആയത് ഒരു പട്ടാളക്കാരിൽ നിന്നാണ്, ഒരു സാധാരണ പട്ടാളക്കാർ. അതൊരു പക്ഷേ എൻ്റെ ഈ ഹാർഡ് വർക്കും ആത്മാർത്ഥതയായിരിക്കും. അതിൽ നിങ്ങളാരും ഇപ്പോൾ ഞാനിങ്ങനെ വളർന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ എന്നോട് അതെനിക്ക് വലിയ തെറ്റ് തോന്നുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് മനസ്സിലായി പറഞ്ഞു വരുന്ന വിഷയം ചില ട്രോളിങ് മറ്റു കാര്യങ്ങളാണ്. കാരണം ഒരാളുടെ വളർച്ച അളക്കാൻ ഏറ്റവും എളുപ്പ പരിപാടി ശത്രുക്കളുടെ എണ്ണം നോക്കിയാൽ മതി എന്നുള്ളതാണ് പറയുന്നത്. താങ്ക്സ് ടു ദോസ് പീപ്പിൾ. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. എന്നെന്താ ആൾക്കാർ മനസ്സിലാക്കാത്തത്? ഞാൻ എത്ര പേരെ സഹായിക്കുന്നുണ്ട്. ആരുടെയും ജാതിയും മതവും പാർട്ടിയും നോക്കിയിട്ടല്ല ഞാൻ സഹായിക്കുന്നത്. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ സഹായിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് എന്തിനാണിതെന്ന് ചോദിക്കും. എന്തിനാണെന്നുള്ളതിന് യാതൊരു ഉത്തരവുമില്ല. അതൊരു സാറ്റിസ്ഫാക്ഷൻ. അല്ലെങ്കിൽ ഇവൻ മുന്നോട്ട് എൻ്റെ മുന്നോട്ടുള്ള വളർച്ച നിങ്ങൾ ആരും വിചാരിച്ചാൽ തടയാൻ പറ്റില്ല. കാരണം എനിക്ക് ചില വിധി എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ ഇന്നതൊക്കെ ചെയ്യുമെന്നുള്ളത്. സൽപ്പേര് കിട്ടേണ്ട സമയത്ത് നമുക്ക് സൽപ്പേരും കിട്ടും, അല്ലാതെ ചീത്തപ്പേര് കിട്ടേണ്ട സമയത്ത് ഒന്നും ചെയ്യാതെ നമുക്ക് ചീത്തപ്പേര് കിട്ടും. വീട്ടിൽ വന്ന് കയറിക്കോളും. അപ്പം ഇങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ കിടന്നുറങ്ങുമ്പോൾ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് കിടക്കുമ്പോൾ ഞാൻ നാളെ കാലത്ത് എഴുന്നേക്കുന്നുള്ളത് അത് നമ്മൾ മോളിലേക്ക് നോക്കി വിളിക്കുന്നുണ്ട്. അവിടെ കൃഷ്ണൻ ഇരിക്കുന്നു, പടച്ചോൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഇരിക്കുന്നു. കൃഷ്ണനും പടച്ചോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു വിഷയം കൂടി ചോദിച്ചോട്ടെ. ഈ സിനിമയ്ക്കകത്ത് ഈ ഒറ്റപ്പാലം ഭാഗത്ത് മോഹൻലാലിൻ്റെ ഒരു അലമ്പ് പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ കാണുമ്പോൾ ഞാൻ ഇതൊട്ടും പ്രതീക്ഷിക്കും. കാരണം നമ്മളും ഈ സിനിമയിൽ അഭിനയിച്ചെങ്കിലും എനിക്ക് ആ പട്ടാള പോർഷൻ അറിയാം. പിന്നെ ഒറ്റപ്പാലം നമ്മുടെ പോർഷൻ എടുത്തപ്പോൾ ഇനി അങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ ആ ഫസ്റ്റ് ഹാഫിൽ ഒരു കളർഫുൾ ഒരു ഗ്രീൻ കളർ ഒരു സിനിമയുണ്ട്. ഇതിനകത്ത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. ജോർജിയ വൈറ്റും ഒറ്റപ്പാലം ഗ്രീനും നമ്മുടെ രാജസ്ഥാനെ ബ്രൗണുമായിട്ട് 3 കളറിൽ. ഈ ഗ്രീൻ കളർ പോർഷനെ പറ്റി ഒന്ന് പറഞ്ഞാൽ. ഗ്രീൻ കളറിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ വിഷയങ്ങളെല്ലാം ഞാൻ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. കാരണം പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഞാനൊരു മുസ്ലിം പള്ളിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കയറി നിന്നിട്ടൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്നെ അകത്തേക്ക് കയറ്റാത്തത്? ഞാനിപ്പോൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് അവർക്കറിയാം അയാളുടെ പേര് ഇന്നതാണുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ എത്രയോ അമ്പലത്തിൽ എത്രയും മുസ്ലിം വിശ്വാസികൾ അറിയാത്തവർ അമ്പലത്തിൽ കയറിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോരുന്നുണ്ട്. അവർക്ക് അവരുടെ വിശ്വാസമാണത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്തുണ്ട്, ഓക്കെ കാഞ്ഞിരപ്പള്ളി പള്ളിയുടെ മുന്നേ കൂടെ പോകുന്നത്, ഓ പഠിച്ചോനെ നമ്മളൊന്ന് രക്ഷിക്കണം, നമ്മൾ വണ്ടിക്കകത്തിന് പ്രാർത്ഥിക്കും. അപ്പം നിങ്ങൾ ആരാണ് എന്നെ അമ്പലത്തിൽ കയറാൻ പാടില്ല അല്ലെങ്കിൽ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറയാൻ? നിങ്ങൾ ആരാണ്? അതാണ് ഞാൻ അവിടെ മോഹൻലാലിനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത്. സഹദേവൻ എന്നുള്ള ക്യാരക്ടറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അദ്ദേഹം മനുഷ്യനായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരൻ എന്ന് പറയുന്നത് സുലൈമാൻ, അദ്ദേഹത്തെ അമ്പലത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇതാണ്. ഈ സുലൈമാൻ്റെ കടയിൽ വെക്കുന്ന പൂവ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ അപ്പുറത്തുള്ളതിൽ എത്രയോ ക്രിസ്ത്യൻസിൻ്റെ കടകളുണ്ടല്ലോ, എത്രയോ മുസ്ലിംസിൻ്റെ കടകളുണ്ടല്ലോ. ഗുരുവായൂർ അമ്പലമാണ്. പക്ഷേ ഈ കടകളിലൊക്കെ ഉള്ളത് ഞാൻ ചോദിക്കുന്ന ഈ ഒരു പൂക്കടക്കാരൻ സുലൈമാനാണ്. ഈ സുലൈമാൻ്റെ പൂക്കടയിൽ നിന്നാണ് പൂ വാങ്ങിച്ചിട്ട് ഇവിടെ അഭിഷേകം ഇതിന് പൂമാല ചാർത്താനെ കൊണ്ടുവരുന്നത്. അപ്പം സുലൈമാൻ കൊടുക്കുന്നതിൽ തൊടുന്നതിലും അതിൽ പ്രശ്നമില്ല. സുലൈമാൻ്റെ അടുത്തേക്ക് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഈ പൂ എത്തുമ്പോഴത്തേക്കും ഹിന്ദു ടച്ച് ചെയ്തു, വളരെ ചെക്ക് പോസ്റ്റ് ഒരാൾ ചെക്ക് ചെയ്യുന്നത് ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, പലരും ടച്ച് ചെയ്തിട്ടുള്ളവർ. അവിടെ ഒന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ അവസരവാദികളാണ്. ഈ പറയുന്ന അമ്പലത്തിനകത്ത് പൂ വരുന്നവരേക്ക് അത് ആര് കൊണ്ടുവന്നാലും പ്രശ്നമില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളെ മാത്രം കയറ്റിവിടുന്നില്ല പൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? പൂ ഉണ്ടാക്കുന്നവൻ ഹിന്ദു ആയിരിക്കണം. വൈ ഡോണ്ട് യു തിങ്ക് കിച്ചു? അവിടെയൊക്കെ നിങ്ങൾക്ക് അവസരത്തിന് ഒത്തിരി നിങ്ങൾക്ക് മാറി നിൽക്കാം. അപ്പം ഇതേപോലെ തന്നെ ഞാൻ ക്രിസ്ത്യൻസിൻ്റെ അടുത്തും മുസ്ലിംസിൻ്റെ അടുത്തും ചോദിക്കുന്നത്, ക്രിസ്ത്യാനി മറ്റേ പള്ളിക്കകത്ത് ക്രിസ്ത്യൻസിൻ്റെ പള്ളിക്കകത്ത് മെഴുകുതിരി എത്തുന്നുണ്ട്. ആരാണത് ഉണ്ടാക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ഹിന്ദു ഉണ്ടാക്കിയിട്ടുള്ള ഇതാണ് അല്ലെങ്കിൽ മുസ്ലിം ഉണ്ടാക്കിയിരിക്കുന്ന മെഴുകുതിരിയാണ്, കത്തിക്കാൻ പാടില്ല. അവിടെ സ്റ്റാമ്പ് അടിക്കുക നിങ്ങൾ. അവിടെ നിങ്ങൾക്കത് ആവശ്യമുണ്ട്. അപ്പം ആവശ്യമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ വർഗീയത ഉണ്ടാക്കുകയാണ്. എനിക്കതിനോട് യാതൊരു താല്പര്യമില്ല. പക്ഷേ ഇതൊരു ന്യൂനപക്ഷം ആൾക്കാർ മാത്രം ആണ്. പക്ഷേ ഇതിൻ്റെ ബലിയാടാവുന്നത് കംപ്ലീറ്റ് കമ്മ്യൂണിറ്റിയാണ്. ഇപ്പം ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതിനെ നമ്മൾ കൊട്ടിക്കൊഴിക്കുന്നതാണ് അവനൊരു മുസ്ലിമാണ്, അവനൊരു ഹിന്ദുവാണ്, അവനൊരു ക്രിസ്ത്യാനിയാണ്. അല്ലാതെ അവനെയാണ് ശിക്ഷിക്കേണ്ടതെന്നുള്ളതല്ല പറയുന്നത്. അപ്പോൾ അവിടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കി, അവിടെയും നിങ്ങൾ യൂണിയൻ ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഈ വേർപിരിക്കലിനേക്കാൾ നമുക്ക് യുണൈറ്റ് ചെയ്യുന്നുള്ള നല്ലതാണല്ലോ പറഞ്ഞു വരുന്നത്. ഞാൻ സിനിമയിലും അത് തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയിൽ നിന്നല്ല, നമ്മുടെ സിനിമ മൊത്തത്തിൽ, എൻ്റെ മൊത്തത്തിലല്ല. ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ പിക്കറ്റ് 43 കാണിച്ചെന്തായിരുന്നു, 8 മാസം 2 മനുഷ്യർ, മിണ്ടാത്ത മനുഷ്യർ തനിയെ അറിയാതെ അവർ സംസാരിക്കാൻ തുടങ്ങും. അവർ കുടുംബത്തിനെ കുറിച്ച് പറയാൻ തുടങ്ങും. അവർക്ക് കുടുംബത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയും സംസാരിച്ച കാരണം പറയാനില്ല. മനുഷ്യരാണ്. തോക്ക് 2 പേരും വെച്ചിട്ടുണ്ട്, ഇടയ്ക്കൊരു കമ്പിവേലിയുണ്ട്. പക്ഷേ ഇവർ സംസാരിക്കും, അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. പിന്നെ കിച്ചു, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ബോർഡറിൻ്റെ കമ്പിവേലികൾ ഇത്രയും നിങ്ങൾ വാച്ച് ടവറും ഇതെല്ലാം പൊക്കി വെച്ചിട്ടുണ്ട്, 25 മീറ്ററും 30 മീറ്ററിൻ്റെയൊക്കെ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കാം, കിഴക്ക് നിന്ന് പടിഞ്ഞാട്ട് അടിക്കുന്ന കാറ്റാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്, പാകിസ്ഥാനിൽ നിന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്ന കാറ്റാണ്. നിങ്ങളുടെ ഈ വാച്ച് ടവറിനെ ഈ കാറ്റിനെ നിർത്താൻ പറ്റുമോ? ഒരിക്കലും സാധിക്കില്ല. 2 പേരും ശ്വസിക്കുന്ന ഒരേ കാറ്റല്ലേ. തീർച്ചയായും. എന്നാൽ നിങ്ങളുടെ ശത്രു നിങ്ങൾ അവിടെ കാണിക്കുക. ഞാൻ ഇന്ന ശ്വാസം എടുക്കില്ലെന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഇറ്റ്. അപ്പം നിങ്ങളുടെ ഈ അവസരവാദം ആദ്യം നിർത്തും. അപ്പോൾ അത് ഞാൻ ശക്തമായിട്ട് സിനിമയെ കൂടെ ഞാൻ പറഞ്ഞു, എൻ്റെ മീഡിയം ഇപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാനൊരു മനുഷ്യനാണ്, ആ മനുഷ്യൻ്റെ സിനിമയാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്കകത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ പറയുമല്ലോ, എല്ലാവരും ആ ഒരു കണ്ണ് നിറയുന്നത് ലാസ്റ്റിൽ എന്താണ്, ഇങ്ങനൊരു യുദ്ധ സിനിമയിൽ ആ പാകിസ്ഥാനി മരിച്ചതിനാണ് ഇവരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് യുവർ സക്സസ്. യു ഷുഡ് ബി വെരി ഫ്രാങ്ക് ഓൺ ദിസ് തിങ്. അല്ലാതെ നമുക്കൊരു ന്യായം, വേറൊരാൾക്ക് വേറൊരു ന്യായം, നമുക്ക് ശരി എന്നുള്ളതൊക്കെ നമ്മുടെ കണ്ണിലൂടെ, അത് നമ്മുടെ കണ്ണിലൂടെ. നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കാൻ പോകുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ മകൻ്റെ അടുത്ത് പറയില്ല നീ ആരെ കല്യാണം കഴിക്കണം എന്നുള്ളത്. ഐ ഷുഡ് നോട്ട്. ബിക്കോസ് നമ്മുടെയൊക്കെ കാലത്തുണ്ടായിരുന്നു ഓർത്തഡോക്സ് മെൻറ്റാലിറ്റിയിൽ അച്ഛനമ്മമാർ പെണ്ണ് നോക്കി. ഇന്ന് കാലം മാറി. അപ്പോൾ എൻ്റെ മോൻ വളർന്നു വരുന്നുണ്ട്. അവനിപ്പോൾ 10-28 വയസ്സായി. ആഗ്രഹമുണ്ട്. നമ്മളൊക്കെ അറിയുന്നൊരു ഫാമിലിയിൽ നിന്നൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇതൊക്കെ ആവുന്നത്. പക്ഷെ അവനൊരാളെ സ്നേഹിച്ചു, അത് പിന്നെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല ഇത് ഏതാ ജാതി എന്നുള്ളത്. ഈ ചിത്രത്തിലൂടെ നമ്മുടെ യൂത്തിന് വാട്ട് ഇസ് എ മെസ്സേജ് ചേട്ടൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ്? യൂത്തിൻ്റെ അടുത്ത് ഇതാണ് പറയുന്നത്. ശത്രു എന്നുള്ളത് നാട്ടുകാർ പറയായിരിക്കും പാകിസ്ഥാൻ എന്നുള്ളത്, അല്ലെങ്കിൽ പാകിസ്ഥാൻകാരോട് ഇന്ത്യ ശത്രുവാണെന്ന് പറയുന്നുണ്ടായിരിക്കും. അവിടെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ശത്രു എന്ന് പറയുന്നവൻ അവൻ്റെ രാജ്യത്തിൻ്റെ ഹീറോ ആണത്. അത് മറക്കരുത്. ഓരോരുത്തരും ഫൈറ്റ് ചെയ്യുന്ന അവൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയാൽ മതി, അവനോട് നിങ്ങൾക്ക് അവനെ നിങ്ങൾ കാണുന്നത് ഈ വെടിവെക്കുന്ന സമയത്തായിരിക്കും. അപ്പോൾ എന്ത് ശത്രുതയാണ്? അപ്പോൾ ഈ ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശത്രു എന്ന് വിളിക്കും. ജോർജിയയിൽ ഓർഡർ കിട്ടി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മിത്രം എന്ന് വിളിച്ചു. സോ ഓർഡേഴ്സ് ദ തിങ്ക്. നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ലെറ്റ് us ഡെവലപ്പ് എ നേഷൻ വേർ പീപ്പിൾ വിൽ നോട്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ഹേറ്റഡ്നെസ്. അത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങൾ പലതും തീരും. തിങ്ക്. ഹിസ്റ്ററി പഠിക്കൂ. എവിടെ നിന്നാണ് ഈ ശത്രുത തുടങ്ങിയിരിക്കുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും ഒരു രാജ്യമല്ലായിരുന്നു. ഇതിപ്പോൾ പറഞ്ഞാൽ ഇപ്പം എന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോ, ഞാൻ പാകിസ്ഥാൻകാരനാണെന്ന് പറഞ്ഞിട്ട് എന്നെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കും എന്നൊക്കെ പറയും ചിലത്. നോ, ഐ ആം എൻ ഇന്ത്യൻ, ട്രൂ ഇന്ത്യൻ. ബട്ട് ഐ ഫീൽ ആ ബോർഡർ അങ്ങ് എടുത്ത് കളയൂ. എന്നിട്ട് നോക്കൂ സുഖം. നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? ഈ കാശ്മീർ ഇഷ്യൂ വിൽ നോട്ട് ബി ദർ. ഇനി ഇതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു ചിത്രം എടുക്കാൻ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ, അതോ ഇനി ഇത് ഓൾറെഡി ഞാൻ അനൗൺസ് ചെയ്തു. ഞാൻ ഐ എം മേക്കിംഗ് എ ലവ് സ്റ്റോറി. അതിനകത്ത് എഗെയിൻ ഐ ടെൽ എ ലവ് സ്റ്റോറി ഇൻ എ ഡിഫറെൻറ്റ് മാനർ. അവിടെ ഇത് വരും. ജാതിയും മതമൊന്നുമല്ല, ലവ്, സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ കണ്ണില്ല. അതിനെൻ്റെ മുമ്പിൽ പിന്നെ ഒന്നും കാണില്ല. ആ ഒരു സാധനം ആയിരിക്കും ഈ ലവ് സ്റ്റോറിക്കകത്ത് വരുന്നത്. എക്സലന്റ്. നിവിനെ വെച്ച് ചെയ്യാൻ പോകുന്ന പടം അതാണ്. അതിനിപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു വർഷമൊക്കെ എടുക്കും എൻ്റെതായിട്ടുള്ള സമയത്തിന്. അതുപോലെ ഇതിൽ എനിക്ക് 2 പേരുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ ആർട്ടിൽ സാലൂക്യ ജോർജ്, ഇപ്പുറത്ത് ഇതെല്ലാം മനോഹരമായി നമുക്ക് ഒപ്പിയെടുത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തന്ന നമ്മുടെ പ്രിയ സഹോദരൻ സുജിത്ത്. ക്യാമറയുമായിട്ട് അവിടെ ഒരു അഭ്യാസം ആയിരുന്നു കാണിച്ചിരുന്നത്. സാലുവിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കുറേ സംഭവങ്ങൾ റീക്രിയേറ്റ് ചെയ്തിരുന്നുണ്ട്. 71 വാറിനെന്ന് പറയുമ്പോൾ ആ സമയത്തുള്ള സാധനങ്ങളും ട്രെഞ്ചുകളും അതുപോലെ ഉണ്ടാക്കേണ്ടതെല്ലാം സാലുവിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അത് കുറേ സ്റ്റഡി ചെയ്തിട്ടാണ്. ഇവിടുന്ന് തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ലോറി സാധനമായിട്ടാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇവർ ഷൂട്ട് തുടങ്ങുന്നതിന് എത്ര നാൾ മുമ്പ് അവിടെ പോയി? അവരൊരു 20 ദിവസം മുന്നേ അവിടെ പോയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ സെറ്റിടാൻ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ സെറ്റിടുന്ന സമയത്ത് ഞാൻ ആദ്യം പോയി ലൊക്കേഷൻ കാണാൻ പോയപ്പം ഇങ്ങനെ മനുഷ്യൻ്റെ കാൽപാദം പെടാത്ത സ്ഥലങ്ങളിൽ കൂടെ വേണം ഈ ട്രെഞ്ച് ഇടാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നു പോയ സമയത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം പല ഈ കാളകൾ ചത്ത് കിടക്കുന്ന കണ്ടിരുന്നു. അങ്ങനെ മലയുടെ മുകളിൽ കൂടെ ഈ ഡ്യൂൺസിൽ ഇങ്ങനെ പോകുമ്പോൾ പലയിടത്തും ഫ്രഷായിട്ട് കാളകൾ ചത്ത് കിടക്കുന്നുണ്ട്.
തൊലിയൊക്കെ അതുപോലെ ഇരിക്കുന്നുണ്ട്, എല്ലും എല്ലാം അതുപോലെ ഇരിക്കുന്നുണ്ട്. ബട്ട് കുറുക്കന്മാർ വന്നിട്ട് അതിൻ്റെ ഇറച്ചിയെല്ലാം നിന്ന് ബാക്കിയുള്ള എല്ലാം അതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താണ് ഇവിടെ, വേറൊന്നും ഇല്ല. അങ്ങനെ പട്ടാളക്കാരോട് തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ സാർ അത് പാമ്പ് കടിച്ച് മരിക്കുന്നതാണ്. ഓ, മണൽ ഉള്ള പാമ്പുകൾ. അപ്പോൾ ഒരു കാളേനെ കൊല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം എന്തായിരിക്കും? പക്ഷെ നമ്മളവിടെ സെറ്റിടാൻ പറഞ്ഞ സാലുവിൻ്റെ ഈ ഇത് തന്നെ കാൽ തൊട്ടിട്ട് അഭ്യാസം തുടങ്ങും. സ്പ്രേ അടിച്ച് അവിടുത്തെ ലോക്കൽസിനെ വിളിച്ച് അവർക്കറിയാം പാമ്പ് എവിടെ പോകുന്നു, എങ്ങനെ ഉണ്ടായിരിക്കുന്നത്. പാവന്മാർ 10-30 പേര് സാലിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവർ കാലത്ത് വന്നിട്ട് ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്പ്രേ അടിക്കും. അപ്പോൾ കാണാൻ ഒന്ന് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ ഇവരെ ഇങ്ങനെ ഓടിച്ചിട്ട് അതിൻ്റെ നടുക്കിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നടക്കുമ്പോഴും പോലും സാലു എല്ലാവരുടെ പറയും കാല് നിലത്ത് അടിച്ചടിച്ച് നടക്കാനൊക്കെ പറയും. ഞങ്ങൾ കുറേ അഭ്യാസങ്ങളൊക്കെ അവിടെ. ആ ഒരു സംഭവം ഞാനും കേട്ടു. കാരണം വെച്ചാൽ അവിടെ അപാരമായിട്ട് പട്ടാളക്കാർ കിടന്നു ഓവറായിട്ട്, അതായത് പറയുന്നതിനേക്കാൾ 5 രൂപയ്ക്ക് 50 രൂപയുടെ എക്സ്പ്രഷൻ കാണിക്കുന്നുണ്ട്. കാലിട്ട് അടിയോട് അടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞിട്ട് മറ്റേ രാജാജി കുടമാളി പറഞ്ഞു ഇപ്പോഴേ കിടന്ന് ഇത്രയൊന്നും കാണിക്കാതെ അവസാനം ടേക്കിൽ തളരും. അപ്പോഴാണ് സാലു പറഞ്ഞിട്ടുണ്ട് എവിടെയും വെറുതെ നിൽക്കരുത്, കാലിട്ട് അടിച്ചുകൊണ്ട് നിന്നോണം, ഇല്ലെങ്കിൽ പാമ്പ് കൊത്തും. ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവരിങ്ങനെ പോകുമല്ലോ, അത് ആ വൈബ്രേഷനിലാണ് പാമ്പ് പോകുന്നത്. ദെൻ ഇഫ് ഐ കം ടു സുജിത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഷോട്ട് ഇതിൻ്റെയൊക്കെ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ടാങ്കുകളൊക്കെ പോകുന്ന സാധനങ്ങളും ഒരു പ്രാവശ്യം ഒരു പോകുള്ളൂ. ആ പോകുന്ന സമയത്ത് നമ്മൾ 5 ക്യാമറയിൽ നിന്ന് 5 ഡിഫറെൻറ്റ് ആംഗിളിലാണ് എടുക്കുക. ഈ 5 ക്യാമറകളും ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇത് ക്യാമറ പോകുമ്പോൾ ചിലപ്പം ടാങ്കുകളുടെ ഡയറക്ഷൻ ഏതെങ്കിലും അങ്ങോട്ടോ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്യാമറയും ആൾക്കാരും ഇരിക്കുന്ന 3 മുകളിൽ കൂടെ അത് ഉള്ളിത്തോലിയാക്കിയിട്ട് അങ്ങ് പോയി കളയും. പിന്നെ ആരെയും നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം പിന്നെ ആരെയും ഒരു പ്രാവശ്യം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവരോട് ഷൗട്ട് ചെയ്ത് പറയാനും പറ്റില്ല. ഈ ശബ്ദം അത്രയും ഉണ്ടായിരിക്കും, പൊടി അത്രയും ഉണ്ടായിരിക്കും, കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ അവൻ കിടന്ന് ഓട്ടമായിരുന്നു. അപ്പം ഒരു ക്യാമറമാൻ എന്നുള്ള രീതിയിൽ ആ ഒരു റിസ്ക് നമുക്ക് വേണ്ട ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് റിസ്ക് എടുക്കുന്നതാണത്. അത് പലപ്പോഴും പല ക്യാമറമാന്മാരും പല റിസ്ക് കൊടുത്താലാണ് നല്ല ഷോട്ടുകൾ കിട്ടുന്നത്. അതർവൈസ് നമുക്ക് പറയാം എനിക്ക് ഇങ്ങനെ ഷോട്ട് വേണമെന്ന്, അതിൻ്റെ റിസ്ക് എന്താണെന്ന് എടുക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ. സോ എനിക്ക് ആ റിസ്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അത്രയും വലിയ എടുക്കാൻ പറ്റാത്ത ഷോട്ടുകൾ ഞാൻ പറയാറില്ല. ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം യെസ് അത് ചെയ്യാം, ഇതിനെത്ര സുഖം എടുത്തിരിക്കും. അപ്പോൾ ഈ ഒരു വിഷുക്കാലം നമുക്ക് വിജയം ആഘോഷിക്കുന്ന ഒരു സമയമാണ്. കണ്ട പ്രേക്ഷകർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ചേട്ടനൊരു വിഷു ആശംസകൾ കൊടുക്കാം. ആ ഒരു തുടക്കം നൽകുക. കാരണം കാണുന്നവരുടെ എല്ലാം റിയാക്ഷൻ, അതുകൊണ്ട് ഈ കാണാത്തവർ ഈ കാണുന്നവരുടെ റിയാക്ഷനെങ്കിലും കണ്ടിട്ട് ഈ സിനിമ കാണാത്തവർ എന്താണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് പല നെഗറ്റീവ് പബ്ലിസിറ്റികളും പലതും ഇറങ്ങാറുണ്ട്. അത് എനിക്കും ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്, ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് എനിക്കറിയില്ല, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ആ ഒരു വിഷ്വൽ ട്രീറ്റ് ഇപ്രാവശ്യത്തെ വിഷു ഈ 1971 ബിയോണ്ട് ബോർഡേഴ്സിൻ്റെ ടീമിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവർക്കും ഒരു വിഷുവാശംസകളുണ്ട്, ഹൃദയം നിറഞ്ഞ വിഷുവാശംസകൾ ആശംസിച്ചുകൊണ്ട് just go and enjoy your Vishu with 1971 Beyond Borders in the theatres. Thank you so much.